പ്രിയ സഹോദരന്മാരെ, വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലുമായി അപ്പൊസ്തലന്മാരാൽ യെരുശലേമിൽ നിന്നും ആരംഭിക്കപ്പെട്ട 1-ാം നൂറ്റാണ്ടിലെ സത്യസുവിശേഷം പ്രസ്താവിക്കുന്ന JCNDSD അഥവാ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ ചാനലിനെ കഴിഞ്ഞ നാളുകളായി ശ്രവിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ സ്നേഹത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. നാം ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ വിശുദ്ധ വേദപുസ്തകത്തെ പ്രസംഗിക്കുന്ന, എന്തിന് മലയാളത്തിൽ മാത്രം പ്രസംഗിക്കുന്നവർ ഒരുപക്ഷെ 1 കോടിയിലധികം ആളുകൾ കണ്ടേക്കാം. ഞാനിത് പറയുമ്പോൾ അതിശയോക്തിയായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് ഇത്തരം എല്ലാവരും എങ്ങനെ പ്രസംഗകരായത്? കാരണം എല്ലാവർക്കും പണ്ടത്തെ കാലത്തെ പോലെയല്ല, പ്രസംഗിക്കാൻ ഒരു അവസരമുണ്ട്. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ബൈബിളിലെ ഏത് വാക്യവും എടുത്ത് എവിടെയും എങ്ങനെയും പ്രസംഗിക്കാം. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ബൈബിളിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ബൈബിളിൻ്റെ ടോട്ടൽ സം അറിയാതെ നമ്മൾ പ്രസംഗിച്ചു തുടങ്ങിയാൽ കേവലം അക്ഷരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ശുശ്രൂഷയായി അത് മാറുകയും അത് നിരവധി തരത്തിലുള്ള സുവിശേഷങ്ങളെയും സഭകളെയും ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒരു ദുരവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പൊസ്തലന്മാർ അറിയിക്കാത്ത യേശുവിനെയും അപ്പൊസ്തലന്മാരാൽ അറിയിക്കപ്പെടാത്ത സ്നാനത്തെയും ശുശ്രൂഷയും ഒക്കെ സംബന്ധിച്ചുള്ള അനവധി സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കപ്പെടുന്ന പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. എന്താണ് ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഏതൊരു വ്യക്തിക്കും ഏതെങ്കിലും ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ബൈബിളിന്റെ മുഴുവൻ സന്ദേശത്തെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഉപദേശമുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അപ്പൊസ്തലന്മാരുടെ ഉപദേശമായിരിക്കും. കാരണം യേശു പറഞ്ഞത് അപ്പൊസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അലളിയ വാക്ക് ശ്രവിക്കാത്ത, അവരെ കൈക്കൊള്ളാത്ത മന്ദബുദ്ധികളെ എന്ന് ഇത്തരം ആളുകളെ യേശു ശപിക്കുന്നത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. അതായത് പ്രവാചകന്മാർ അറിയിച്ചതൊക്കെയും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായി സഭ പണിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഇത് പൗലോസിന്റെ ലേഖനമാണല്ലോ എന്നും. പൗലോസിൽ വ്യാപരിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്, യേശു ക്രിസ്തുവിൽ ഇരുന്ന അതേ ആത്മാവ് തന്നെയാണ് പൗലോസിലും പത്രോസിലും ശേഷം അപ്പൊസ്തലന്മാരിലും വ്യാപരിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ബൈബിൾ അന്യോന്യം മത്സരിക്കാത്ത, ബൈബിളിനുള്ളിൽ തന്നെ അന്യോന്യം മത്സരിക്കുന്ന വിധത്തിലുള്ള ഉപദേശങ്ങളെ കൊണ്ടുവരേണ്ടി വന്നപ്പോൾ ബൈബിളിലെ പല വാക്യങ്ങളും വചനങ്ങളും കാനോനികമല്ലെന്നും അത് വിശ്വസനീയമല്ലെന്നും പലർക്കും പറയേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ചില സാഹചര്യങ്ങൾ അടുത്തിടെ നമ്മുടെ മുമ്പിലേക്ക് ചില വീഡിയോകളായി മുന്നോട്ട് വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ വരുന്നത്, യേശു ക്രിസ്തു ദൈവമല്ല, യേശു ക്രിസ്തുവിനെ അയച്ച പിതാവ് മാത്രമാണ് ദൈവം. യേശു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഉപദേശങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അവർ നിരവധി ആളുകളെ അവരുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച് ഈ വിശ്വാസവും ഈ ഉപദേശവുമായി ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അവരെ ഇന്ന് ട്രിനിറ്റിയിൽ വിശ്വസിച്ചിരുന്നവർ ഇന്ന് ഈ ഉപദേശത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഇതിന് സമാനമായ ഉപദേശം ഏകദേശം 1900-കളുടെ ആരംഭത്തിൽ തന്നെ റസൽ ഉപദേശം എന്ന പേരിൽ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ക്രിസ്റ്റഡൽഫിയൻസ് എന്ന പേരിൽ അത് ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് യേശുക്രിസ്തു ദൈവമല്ല, കേവലം ഒരു മനുഷ്യനാണ്, കേവലം ഒരു പുത്രനാണ്, കേവലം ഒരു ദാസനാണ് എന്നുള്ള നിലയിലേക്കുള്ള ഉപദേശങ്ങൾ വന്നിരിക്കുന്നതിനെല്ലാം ആധാരമായിട്ടുള്ള വചനങ്ങൾ ഇവരെല്ലാവരും എടുത്തിട്ടുള്ളത് വേദപുസ്തകത്തിൽ നിന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്.
അപ്പൊ എന്തുകൊണ്ട് ഇത്തരം വിചിത്രമായ സംഗതികൾ വേദപുസ്തകത്തിൽ ഉണ്ടാകുന്നു? അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം മുഴുവനും പറയുന്നത് ദൈവവചന പുസ്തകത്തിലുള്ള സകല പ്രവചനങ്ങളും സകല വചനങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിവേശിതമാണ്. ഒപ്പം ഇവയൊക്കെ സംസാരിക്കപ്പെട്ടത് ദൈവത്തിന്റെ പുരുഷന്മാർ ദൈവത്തിന്റെ ആത്മാവിൽ എത്രയെന്ന് പത്രോസിന്റെ ലേഖനത്തിലും പൗലോസിന്റെ ലേഖനങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതിന് ആധികാരികമായി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വിഷയം അല്ലെങ്കിൽ അതിനാധാരമായിട്ടുള്ള തിരുവെഴുത്ത് എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. ആ 3-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ മറ്റേതെങ്കിലും ഒരു കഥാപുസ്തകം വായിക്കുന്ന പോലെ ബൈബിളിനെ വായിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യമാണ്, യേശു പിതാവിനോട് പറയുകയാണ്, പിതാവേ നീ ഏക സത്യ ദൈവമാകുന്നു എന്ന്. നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഇവിടെ പ്രതിപാദ്യ വിഷയമായി യേശു തന്നെ പറയുകയാണ്, പിതാവേ നീ ആകുന്നു ഏക സത്യ ദൈവം. ഇതാരാണ് രേഖപ്പെടുത്തിയത്? ഈ ഒരു അധ്യായം അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം യോഹന്നാന്റെ സുവിശേഷം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസാണ്. എന്താണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത? മറ്റ് സുവിശേഷകന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം, യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുകയാണ്. മറ്റ് 3 സുവിശേഷകന്മാരും യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്നുള്ള നിലയിലും ദാസൻ എന്നുള്ള നിലയിലും ഇസ്രായേലിന്റെ രാജാവ് എന്നുള്ള നിലയിലും അവരുടെ വീക്ഷണകോണുകളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കുറിച്ചുള്ള അവരുടെ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ അവരുടെ വിവരണമാണ് നമ്മളോട് കാണുന്നത്. എന്നാൽ യോഹന്നാനിലേക്ക് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് യോഹന്നാനിലുള്ളത്. യോഹന്നാൻ അവൻ ആരംഭിക്കുന്നതിന് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ അപ്പമാകുന്നു അല്ലെങ്കിൽ അപ്പമാകുന്നു. ഇവിടെ നമ്മൾ ഈ വചനം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവിടെ ആദിയിൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്തുണ്ടായിരുന്നു? ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന്. ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ വചനം എന്താണ്? നമുക്കറിയാം, നമ്മൾ സംസാരിക്കുന്നതിനെയാണ് വചനം എന്ന് പറയുന്നത്. അപ്പം വചനം ആരോടുകൂടെയായിരുന്നു? വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നു. അപ്പം 1:14 വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ ദൈവമായിരുന്ന വചനം ജഡമെടുത്ത് മനുഷ്യരുടെ കൂടെ പാർത്തതാണ് യേശു ക്രിസ്തു എന്നിവിടെ പറയുക. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ കാതൽ എന്താണ്? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത് നിത്യജീവനാണ്. അപ്പൊ നിത്യജീവൻ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കാതൽ എന്താന്ന് നമുക്ക് മനസ്സിലായി, അത് നിത്യജീവനാണ്. അപ്പൊ എന്താണ് നിത്യജീവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും, അവസാനവും ആദ്യവും ഇല്ലാത്തതിനെയാണ് നിത്യം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ നിത്യജീവന്റെ അവകാശത്തോടുകൂടി നിത്യജീവൻ ഉള്ളവനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു നിത്യജീവനെ നമുക്കുള്ളൂ. ആ നിത്യജീവൻ എന്താണെന്ന് വെച്ചാൽ, ദർ ഈസ് ഓൺലി വൺ സോഴ്സ് ഓഫ് എറ്റേണൽ ലൈഫ്, ദാറ്റ് ഈസ് ഗോഡ്. ദൈവമാണ് നിത്യജീവന്റെ ഉറവിടം. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഏക സത്യ ദൈവവും, 2 നിത്യജീവനും. ഇപ്പൊ എവിടെ ഈ വാക്യത്തെ നമ്മൾ സ്വതന്ത്രമായി ആ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം വായിച്ചാൽ, ബൈബിളിന്റെ ഭാഷയിൽ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: ബൈബിളിലെ ഓരോ വാക്യങ്ങൾക്കും, അത് എത്ര ചെറുതായാലും വലുതായാലും, ഭയങ്കര ആഴത്തിലുള്ള അർത്ഥം അവിടെയുണ്ട്. ഇവിടെ പറയുന്നത് ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനെയും നീ അയച്ചിരിക്കുന്ന എന്നെയും യേശു പറഞ്ഞില്ല.
അപ്പൊ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ എന്നാ പറഞ്ഞു. ആരാണ് യേശു ക്രിസ്തു? നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ സ്വർഗത്തിലെ ദൂതൻ വന്ന് ആട്ടിടയന്മാരോട് പറഞ്ഞത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ യേശു ജനിച്ചിരിക്കുന്നു എന്ന് പറയാതിരുന്നത്? അവിടെ പറഞ്ഞത് കർത്താവാണ്, ക്രിസ്തുവായ രക്ഷകനാണ്. അപ്പൊ കർത്താവും ക്രിസ്തുവുമായത് ആരാണ്? നമ്മൾ പ്രവൃത്തിയുള്ള പുസ്തകം 2-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിക്കുമ്പം അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നത്, ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ആരാണ് കർത്താവ്? കർത്താവ് എന്ന് വെച്ചാൽ യഹോവയാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. അപ്പൊ കർത്താവിന്റെ നാമം എന്താണ്? അതാണ് യേശു എന്ന നാമം. അതുകൊണ്ടാണ് യേശുവിന്റെ ജനനത്തിങ്കൽ മത്തായി 1:21 സ്വർഗത്തിൽ നിന്ന് ദൂതൻ ജോസഫിനോട് പറയുന്നത്, മറിയത്തെ നിന്റെ ഭാര്യയായി ചേർക്കാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, നീ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കെ കൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ ദൈവം രക്ഷകനായി തീരുമ്പോൾ, അല്ലെങ്കിൽ യഹോവ രക്ഷിതാവായി വെളിപ്പെടുമ്പോൾ, യെശയ്യാ 25:9 പറയുന്ന ദൈവത്തിന്റെ വെളിപ്പാടാകുന്ന ക്രിസ്തു, യെശയ്യാ 12:2 പറയുന്ന രക്ഷിതാവായി വെളിപ്പെട്ട് വരുന്ന ക്രിസ്തു, അത് ഒരു മനുഷ്യനായിരിക്കും. അത് ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യ ജഡത്തിൽ വെളിപ്പെട്ട് വരുന്നതായിരിക്കും. അങ്ങനെ വെളിപ്പെട്ട് വരുന്നവനാണ് രക്ഷിതാവായി വെളിപ്പെട്ട് വരുന്നത്. കാരണം അവന്റെ പക്കൽ മാംസവും രക്തവും ഉണ്ടായിരിക്കും, പാപത്തിന് പരിഹാര യാഗമായിട്ട് അർപ്പിക്കുവാൻ. ആത്മാവായ ദൈവം ആത്മാവാണെന്ന് യോഹന്നാൻ 4:24 യേശു പറയുന്നുണ്ട്. പിതാവ് ആത്മാവാകുന്നു, ആത്മാവിനെ നാം സത്യത്തെ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അപ്പോൾ ആത്മാവായ, അദൃശ്യനായ, അക്ഷയനായ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത അദൃശ്യനായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന്, മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായ ശമ്പളമാകുന്ന മരണം വരിക്കേണ്ടതിന് വെളിപ്പെട്ട് വന്നതാണ് ദൈവപുത്രൻ. അപ്പൊ ദൈവം നമ്മിൽ ഒരുവനായി തീരുമ്പോൾ അത് ദൈവപുത്രനായി, ദൈവം മനുഷ്യരിൽ ഒരുവനായി തീരുമ്പോൾ അവൻ മനുഷ്യപുത്രന്റെ സാദൃശ്യത്തിലായി തീരുന്നു. അതുകൊണ്ട് ഇവിടെ യേശു പറയാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻവേർട്ടർ കോമയിൽ ഇടാൻ കഴിയില്ല, പക്ഷെ അറിയുന്നത് തന്നെ, ആ വാക്കിന് വളരെ ശ്രദ്ധേയമായ ഒരു ഊന്നലുണ്ട് അവിടെ. എന്താണ് അറിയുന്നത് തന്നെ എന്ന് പറയുന്നത്? ഈ തിരിച്ചറിവ് വേണം നിത്യജീവൻ ലഭിക്കണമെങ്കിൽ. കാരണം ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ഇവിടെ യേശു പിതാവ് മാത്രമാണ് ദൈവമെന്ന് പ്രസ്താവിക്കാൻ അങ്ങനെയുള്ളവർക്ക് ഈ വാക്യത്തിൽ നിന്ന് കഴിയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു പറഞ്ഞത് പിതാവേ ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന എന്നെയും അറിയുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞില്ല. അങ്ങ് അയച്ചിരിക്കുന്ന പുത്രനെയും അറിയുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞില്ല. അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. യേശു സ്വയം തനിക്ക് ദൈവത്തിൽ നിന്നും രക്ഷയ്ക്കായി ലഭിക്കപ്പെട്ട നാമത്തെ അല്ലെങ്കിൽ പദവിയെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത്. ആ തിരിച്ചറിവാണ് നിത്യജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് ആരെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അതുപോലെ തന്നെ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പുത്രനെയും അറിയുന്നില്ല. അപ്പം യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ്, അല്ലെങ്കിൽ പിതാവിനെയും പുത്രനെയും സംബന്ധിച്ചുള്ള മർമ്മം, ആ രഹസ്യം, ആ വെളിപ്പാട് അറിയുന്നതാണ് നിത്യജീവൻ. കാരണം ബൈബിൾ ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ആ ഒരു ദൈവം ഏകനാണ്. അവൻ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമാണ്. അവൻ അക്ഷയനും അദൃശ്യനുമാണ്. അവൻ ആത്മാവാണ്. അവൻ ആരംഭമില്ല, അവസാനമില്ല. അവൻ നിത്യജീവന്റെ ഉറവിടമാണ്. എന്നാൽ മനുഷ്യരായ നമുക്ക് ഈ അക്ഷയനും അദൃശ്യനുമായ ദൈവമായിരിക്കണമെങ്കിൽ ആ ദൈവം തന്നെ നമുക്ക് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഒടുക്കി നമ്മെ സ്വതന്ത്രരാക്കി ദൈവപുത്രന്മാരാക്കി തീർക്കണം. എപ്പോഴാണ് നമുക്ക് ഈ ദൈവം നമുക്ക് പിതാവായി നാം അവന്റെ പുത്രന്മാരുമായി തീരുന്നത്? അതിന് വേണ്ടി ദൈവം മറ്റൊരുവനെ അയച്ച് ദൈവത്തിൽ ഒരു ആളത്വം സൃഷ്ടിക്കുകയല്ല ചെയ്തത്. ദൈവം ഉൽപ്പത്തി 3:15 മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രവചനമായി മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരോട് സംസാരിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടാകുന്ന ക്രിസ്തു കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടു വരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആൻഡ് ദിസ് ഈസ് എറ്റേണൽ ലൈഫ്, ഇതാണ് നിത്യജീവൻ. എന്താണ്? ദാറ്റ് ദേ മൈറ്റ് നോ ദ ഓൺലി ട്രൂ ഗോഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഹോം യു ഹാസ് സെന്റ്. അപ്പം ഇവിടെയും കൃത്യമായിട്ട് പറയുകയാണ്, രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് എറ്റേണൽ ലൈഫ്, രണ്ട് ഓൺലി ട്രൂ ഗോഡ്.
ഈ എറ്റേണൽ ലൈഫും ഓൺലി ട്രൂ ഗോഡും ഏക ദൈവത്തിലുള്ളതാണ്. ആ ഏക ദൈവത്തിന്റെ വെളിപ്പാടാണ് ക്രിസ്തു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 തിമോത്തി 3:16 പറയുന്നത്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആരാണ് വെളിപ്പെട്ടത്? ദൈവം. എത്ര ദൈവമുണ്ട്? ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. മലാക്കി 2:10 പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഒരു ദൈവമല്ലേ ഉള്ളൂ, ഒരു ദൈവം ഒരുവൻ എത്രയും നമ്മെ സൃഷ്ടിച്ചു, ഒരു പിതാവത്രേ ഉള്ളൂ, ഒരു ദൈവം തന്നെ എത്രയും നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പം ഏകനായ നിൽക്കുന്ന ഏക സത്യ ദൈവം തൻ്റെ സൃഷ്ടികൾ ആരംഭിക്കപ്പെട്ട നാൾ തുടങ്ങി ഒരു പ്രത്യക്ഷതയിലൂടെ നിന്നുകൊണ്ട് സൃഷ്ടികളായ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം വീണുപോയ മനുഷ്യനെ ഉദ്ധരിക്കുവാൻ അതേ മനുഷ്യന്റെ സദൃശ്യത്തിലും രൂപത്തിലും ഈ ലോകത്ത് ജനിച്ചിട്ട് മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം തൻ്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ച് പാപത്തിന്റെ ശമ്പളമായി തൻ്റെ നിഷ്കളങ്ക രക്തം ചീന്തിയിട്ട് ആ രക്തത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുന്നവർക്ക് പുത്രത്വവും അവകാശവും നൽകുന്ന യഥാർത്ഥ ആ വിഷയത്തിന്റെ കാമ്പ് മനസ്സിലാക്കാൻ കഴിയാതെ ദൈവത്തെ വ്യക്തികളുമാക്കി തീർക്കുന്ന, യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന, യേശു തന്നെയാണ് ദൈവമെന്ന് നിഷേധിക്കുന്ന അനവധി ഉപദേശങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മൾ കൊളോസി ലേഖനം 1:15 വരുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന്. ആര്? യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, ഒരു കാലത്ത് യേശു ക്രിസ്തുവിനെ ദൈവമാക്കുന്നു എന്നുള്ള പേരിൽ ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കത്ത് വാങ്ങി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ പോയവൻ പിന്നീട് പറയുകയാണ്, താൻ സേവിച്ചു വന്നിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ട യേശു എന്ന് അവൻ തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തി 3:16 പറഞ്ഞു. അതുപോലെ തന്നെ കൊളോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1:15 പറഞ്ഞു, അവൻ അദൃശ്യനായ, മനുഷ്യർ കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്, അല്ലെങ്കിൽ പ്രതിമയാണ്, കാണാൻ കഴിയുന്ന രൂപമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇതേ യോഹന്നാൻ തന്നെ തന്റെ ലേഖനം എഴുതുമ്പോൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാണ്, ആ യേശു ക്രിസ്തു തന്നെയാണ് സത്യദൈവവും നിത്യജീവനും എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1:20 വായിക്കണം, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാണ് സത്യദൈവവും നിത്യജീവനും? യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് തെറ്റുപറ്റി പോകുന്നത്? ആളുകൾ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം അവിടെയും ഇവിടെയുമായിട്ടാണ്. അതായത് പുസ്തകത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കഥ എഴുതുന്ന പോലെ ക്രമമായിട്ടല്ല, വിവിധ കാലഘട്ടങ്ങളിലൂടെ വിവിധ മനുഷ്യരിലൂടെ ദൈവം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇവിടങ്ങളിലായി കിടക്കുന്നതിനെ നമുക്ക് അതിൻ്റെ സിങ്ക്രണൈസ് ചെയ്ത് അതിനെ കണക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഈ എഴുത്തുകാരിൽ വ്യാപരിച്ച അതേ ആത്മാവ് തന്നെ നമ്മുടെ മേൽ വരണം. അപ്പോൾ നമുക്ക് ബൈബിളിൽ നിന്ന് വ്യത്യസ്ത ഉപദേശം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ഒരു ഉപദേശത്തിന്റെ ഭാഗമാകും. ഏത് ഉപദേശത്തിന്റെ? ജെറുസലേമിൽ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അവൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവാകുന്ന താൻ തന്നെ ആത്മാവായി അവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ജെറുസലേമിൽ നിന്ന് ആരംഭിക്കപ്പെട്ട് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിലൂടെ ഉടനീളം നമ്മൾ കാണുന്നതും പിന്നീട് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നതുമായ ആദ്യത്തെ സഭ, ക്രിസ്തുവിന്റെ മൂലസഭ, അതിനെ പ്രതിദാനം ചെയ്തിരുന്ന അപ്പോസ്തലന്മാര്, അതിലേക്ക് അവരെ നടത്തിക്കൊണ്ടുവന്ന പ്രവാചക ഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങളുടെ പരിപൂർണത അല്ലെങ്കിൽ അതിൻ്റെ നിവർത്തീകരണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉളവാക്കപ്പെട്ട സത്യസഭയുടെ ഉപദേശങ്ങളിലേക്ക് നാം മടങ്ങി ചെല്ലുമെങ്കിൽ ഈ കൺഫ്യൂഷനുകൾ നമുക്ക് ഒഴിവാകും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായി ബൈബിളിനെ സമീപിക്കുകയും ഏതെങ്കിലും ഒരു പ്രത്യേക ആശയമോ അല്ലെ പ്രത്യേക ഒരു ഉപദേശം സ്ഥാപിക്കുവാനുള്ള നിങ്ങളുടെ വ്യഗ്രത കൊണ്ട് നിങ്ങൾ ബൈബിളിനെ പരിശോധിക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് എ ലോട്ട് ഓഫ് കോംപ്ലക്സിറ്റി ഇൻ ദി ബൈബിൾ. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ബൈബിൾ കണ്ടെത്താൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലാതെ ഇതിൽ ഉള്ള ദൈവത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അല്ലാതുള്ള പരിശ്രമങ്ങൾ നിങ്ങളെ ഒരു ദൈവത്തിലും 2 ദൈവത്തിലും 3 ദൈവങ്ങളിലും അനേക ദൈവങ്ങളുടെ സിദ്ധാന്തങ്ങളിലേക്കും എത്തിച്ചേക്കാം. അത് ബൈബിളിൻ്റെ കോർ സബ്ജക്റ്റിൽ നിന്നും ബഹുദൂരം
ദൂരെയാണ് താനും, അത് ഏറ്റവും വലിയ ശിക്ഷാവിധിക്ക് നിങ്ങൾ വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നതെന്ന് ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു അനവധി ഇടങ്ങളിൽ അയാം എന്നുള്ള നിലകളിൽ സംസാരിച്ച് കാണാൻ സാധിക്കും. നമുക്കറിയാം അയാം എന്ന് പറയാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മോശയ്ക്ക് ദൈവം പുറപ്പാട് ദിവസം 3-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം എന്നാ പറയുന്നത്. അപ്പൊ ഐ ആം എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. എന്നാൽ യേശു ഭൂമിയിലേക്ക് വന്നിട്ട് യേശു പറഞ്ഞു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശു പറഞ്ഞു, ഐ ആം ദ ട്രൂ വൈൻ, ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയാകുന്നു. ആൻഡ് ഐ ആം ദ വേ, ട്രൂത്ത് ആൻഡ് ലൈഫ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു പറഞ്ഞു. പിന്നെ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു. ഐ ആം ദ ഡോർ എന്ന് പറഞ്ഞു, ഞാനാകുന്നു വാതിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് എന്ന് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു പറഞ്ഞു. ഐ ആം ദ റെസറക്ഷൻ ആൻഡ് ദ ലൈഫ് എന്ന് പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു പറഞ്ഞു. ബിഫോർ ഐ ആം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ഐ ആം ബിഫോർ ഏബ്രഹാം, ഞാൻ അബ്രഹാമിന് മുമ്പുണ്ട്. അപ്പൊ അബ്രഹാമിന് മുമ്പുണ്ടായിരുന്ന അതേ ദൈവം തന്നെ അബ്രഹാമ്യ സന്തതികളെ വീണ്ടെടുക്കേണ്ടതിന് ജഡമെടുത്ത് ലോകത്തിലേക്ക് വരികയും പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്ന ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നിവർത്തിക്കേണ്ടതിന് മറ്റൊരുത്തനും ഇല്ലാതിരുന്നത് കൊണ്ട് മറ്റൊരു പാരലൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ വീണ്ടെടുപ്പുകാരനായി നിയമിക്കാതിരിക്കേണ്ടതിന് വീണ്ടെടുപ്പുകാരനായി ദൈവം വെളിപ്പെട്ട് വരുന്നു. നമുക്ക് യെശയ്യാവിന്റെ 25:9 ദൈവം പറയുന്നത് ദൈവം തന്നെയാണ് വീണ്ടെടുപ്പുകാരനായി വെളിപ്പെട്ട് വരുന്നത് എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിനൊരു വീണ്ടെടുപ്പുകാരനായി തീരേണ്ടത്? നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 25:9 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. ഇവിടെ യെശയ്യാവ് പറയുമ്പോൾ യഹോവയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇതിനൊരു കോണ്ടെക്സ്റ്റ്, ഇതിനൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇരിക്കുന്ന ഇസ്രായേൽ ജനം പറയുകയാണ്, ഈ വന്നിരിക്കുന്നതാണ് നമ്മുടെ ദൈവം. ഈ ദൈവം എപ്പോൾ വരുമ്പോൾ ഇസ്രായേൽ അതിനെ കൈക്കൊള്ളുന്ന കാലത്തെക്കുറിച്ച് സെക്കറിയാവ് 25:14-9 പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യമാണ്, ഇതാണ് നമ്മുടെ ദൈവം. ആരാണ് അവിടെ പ്രത്യക്ഷനാകുന്നത്? സാക്ഷാൽ യേശു ക്രിസ്തുവാണ് പ്രത്യക്ഷനാകുന്നത്. ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ പ്രത്യക്ഷനാകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കൈകളിലും കാലുകളിലും ആണിപ്പഴുതുണ്ട് എന്ന് 13 സെക്കറിയാവിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയണം, ഇതാണ് നമ്മുടെ ദൈവം, ഇവനെയാണ് നാം കാത്തിരുന്നത്. ഹല്ലേലൂയ. അതുപോലെ അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം. അപ്പം രക്ഷകനാകി വെളിപ്പെടുമെന്ന്, രക്ഷകനാണ് എന്ന് അവകാശപ്പെട്ട് വന്നിരുന്ന ദൈവം, യഹോവയായ ദൈവം തന്നെയാണ് രക്ഷിതാവായി വെളിപ്പെട്ട് വന്നിരിക്കുന്നതെന്ന് അന്നാളിൽ യഹൂദൻ ഏറ്റുപറയുമ്പോൾ, ആ നാളിൽ അവിടെ നമുക്ക് അവകാശവുമില്ല, ഓഹരിയുമില്ല. നമ്മുടെ അവകാശത്തിന്റെയും ഓഹരിയുടെയും ദിനങ്ങൾ ഈ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഒന്ന് പൊടുന്നനവേ അവസാനിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏക സത്യ ദൈവവും കർത്താവും ദൈവവും പിതാവുമായി സ്വീകരിച്ചിട്ട് അവൻ ഒരുക്കിയ രക്ഷയിൽ രക്ഷിക്കപ്പെട്ട് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന പുത്രത്വത്തിന്റെ പ്രത്യാശയെ സ്വീകരിച്ച് കാത്തിരിക്കുന്നവരെ ചേർക്കാൻ അവൻ രഹസ്യമായ ഒരു വരവ് വരും. പിന്നീട് അവന്റെ പരസ്യ പ്രത്യക്ഷതകൾ സംഭവിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ യെശയ്യാവ് 25:9 വായിക്കുന്നത്. ഒപ്പം യെശയ്യാവ് 12:2 തുടങ്ങിയ നിരവധി പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നാം വായിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ നമ്മള് ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 14 മുതൽ വാക്യം വായിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ആരാണ് മക്കൾ? നമുക്കറിയാം, ലൂക്കോസ് 3:38 പറയാണ്, സേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. അപ്പൊ നാം എല്ലാം സൃഷ്ടിക്കപ്പെട്ട ദൈവമക്കളായിട്ടാണ്. നമ്മളുടെ അവകാശം നമ്മൾ ആദാമ്യ പാപനിമിത്തം നഷ്ടപ്പെടുത്തിയപ്പോൾ നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം ജഡവും രക്തവും എടുത്തു വന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിന് വേറെ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അപ്പൊ ദൈവം ഒരു ജഡത്തിൽ വന്ന്, നാം ജഡത്തിൽ വന്നപ്പോൾ അവനും ജഡത്തിൽ വന്നു. ജഡത്തിൽ അവൻ മരിക്കുക വഴി
അവൻ്റെ നിഷ്കളങ്ക രക്തം നമുക്ക് വേണ്ടി ചീന്തുക വഴി നമ്മളുടെ മേൽ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണം കൊണ്ട് അവർ തോൽപ്പിച്ചു. അങ്ങനെ ഒരു പ്രത്യാശയുമില്ലാതെ മരണഭീതിയിൽ നിരന്തരം അന്തമില്ലാത്ത മരണഭീതിയിൽ കഴിഞ്ഞിരുന്നവരൊക്കെയും തൻ്റെ മരണത്താൽ വിടുവിക്കപ്പെട്ടതിൻ്റെ ആ ഘോഷണം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രക്ലമേഷൻ, ആ ഏറ്റുപറച്ചിൽ, ആ പ്രഖ്യാപനം കൊണ്ട് നമുക്ക് മരണത്തിൻ്റെ അധികാരിയെ പിശാചിൽ നിന്നും ദൈവപുത്രന്മാരുടെ യഥാർത്ഥ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് നമുക്ക് പുനഃസ്ഥാപനം ലഭിച്ചു എന്നാണ് ഇവിടെ വിശുദ്ധ വേദപുസ്തകം നമ്മയോട് പറയുന്ന ഒരു കാര്യം. കാരണം ബൈബിളിൻ്റെ ഒരു ആകെത്തുക നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രത്വം എന്ന് വെച്ചാൽ ദൈവം നമ്മിൽ ഒരുവനായി പോലെ തീരുന്നതാണ്. എന്ന് വെച്ചാൽ ആത്മാവ് താൻ തിരഞ്ഞെടുത്ത ഒരു ജഡത്തിൽ വന്ന് വസിക്കുമ്പോൾ അത് അവൻ്റെ പുത്രത്വമാകുന്നു. അവൻ നമ്മിൽ ഒരുവനായി നമ്മെ പോലെ ലോകത്തിലേക്ക് നാം വന്ന വഴിയിലൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാതാവിൽ നിന്ന് ജനിച്ചു വരുമ്പോൾ അവൻ മനുഷ്യപുത്രൻ എന്നുള്ള പദവിയിലേക്ക് വരുന്നു. അവൻ ഇനി ദാവീദിന്റെ പുത്രനായി ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ എന്നേക്കുമായി ഭരണം നടത്തുവാൻ വരുമ്പോൾ അവൻ ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ നിത്യ ദൈവത്തിന്റെ രാജത്വം ഈ ഭൂമിയിൽ ആരംഭിക്കുകയായി. ഇങ്ങനെ അവൻ അനവധി പുത്രത്വങ്ങളുണ്ട്. ഈ പുത്രത്വങ്ങൾ ഒന്നും തന്നെ ദൈവത്തിന്റെ പുത്രത്വങ്ങൾ ഒന്നും തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ ഒന്നും തന്നെ, അല്ലെങ്കിൽ ദൈവം ധരിച്ചിട്ടുള്ള അനവധി നാമങ്ങൾ ഒന്നും തന്നെ നിരവധി വ്യക്തിത്വങ്ങളായി തീരുന്നില്ല. അങ്ങനെ ആയിത്തീരുമെങ്കിൽ അവൻ ഉദയനക്ഷത്രമാണ്, അവൻ താമരയാണ്, അവൻ ലില്ലിയാണ്, അവൻ ആദ്യനാണ്, അന്ത്യനാണ്, ഒന്നാമത്തവനാണ്, ഒടുക്കത്തവനാണ്, ഇരിക്കുന്നവനാണ്, ഇരുന്നവനാണ്, വരുന്നവനാണ്, സർവശക്തനാണ്. അങ്ങനെ എല്ലാം പദവികളിലേക്ക് നമ്മൾ അവനെ മാറ്റി പിടിച്ചാൽ അവൻ അനവധി പുത്രന്മാരെ എന്ന് അവിടെ പറയേണ്ടി വരും. എന്നാൽ ഒരു പുത്രനേ ഉള്ളൂ. ആ പുത്രൻ എന്ന് വെച്ചാൽ ദൈവം ജഡത്തിലാണ്. ആത്മാവ് ജഡത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ജഡധാരണം ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ജഡം ധരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പുത്രത്വം എന്ന് പറയാം. അതിന്റെ പർപ്പസ് എന്താണ്? ആ പർപ്പസ് അവന്റെ രക്ഷണീയ വേലയെ തികയ്ക്കുക. പുത്രത്വം എന്ന് വെച്ചാൽ രക്ഷണീയ വേലയാണ്. അതിനെ രക്ഷണീയ വേലയെ തികയ്ക്കുക എന്നൊരു കാര്യമാണ് സത്യം. അപ്പോൾ ഇവിടെ ഈ 17:3 യോഹന്നാന്റെ പർപ്പസ് ദൈവം പിതാവ് മാത്രമാണ് ദൈവമെന്നും, അല്ലെങ്കിൽ താൻ അയക്കപ്പെട്ടവനും എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ആ കോണ്ടെക്സ്റ്റ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അവിടെ വിഷയം നിത്യജീവനാണ്. ആ നിത്യജീവൻ എങ്ങനെയാണ്? പിതാവിനെയും പുത്രനെയും സംബന്ധിച്ചുള്ള മർമ്മം, വെളിപ്പാട് അറിയുന്നതാണ്. ആ തിരിച്ചറിവാണ് നിത്യജീവൻ. ബൈബിളിന്റെ ആകത്തുക തിരിച്ചറിയുന്നതാണ് നിത്യജീവൻ. അങ്ങനെയല്ലാത്തവർക്കെല്ലാം ബൈബിളിൽ നിന്നും നിരവധി ഉപദേശങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതൊന്നും നിങ്ങൾക്ക് സ്വസ്ഥത തരികയില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.